ആണോ? ട്രാൻസ്ലേഷൻ ഇല്ലാതെ ചെയ്താട്ടെ ബിൽപാസ്. ഓക്കെ. നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ എഫ് എസ് ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എഫ് എസ് ലേഖനം ലേഖനങ്ങളുടെ റാണിയാണെന്ന് നമ്മൾ പഠിച്ചു. 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു കാരാഗ്രഹ ലേഖനമാണ് ഇതെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ആദ്യ വചനത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തയേശുവിൽ വിശ്വാസികളുമായിരിക്കുന്നവർക്ക് എഴുതുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് പറഞ്ഞു, ദൈവ ഇഷ്ടത്താലാണ് പൗലോസിനെ അപ്പോസ്തലനായിട്ട് കർത്താവ് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് ദൈവത്തിന്റെ വിളിയിലേക്ക് വരാൻ പറ്റില്ല. ദൈവ ഇഷ്ടം കൊണ്ടാണ് ദൈവം നമ്മളെ വിളിക്കുവാൻ തക്കവണ്ണം, ആ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത്, സ്തോത്രം, എഫെസോസിലുള്ള വിശ്വാസികളെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെ എന്നുള്ള ഒരു പദം കൊണ്ടാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശുദ്ധന്മാരാകുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തോ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ആ യേശുവിന്റെ വിശുദ്ധി നമ്മളിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോ യേശു നമുക്ക് വേണ്ടി നീതിയായി, യേശു നമുക്ക് വേണ്ടി വിശുദ്ധിയായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്തായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിങ്കൽ നിന്ന് നമ്മൾ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്നുള്ള ആ ഒരു പദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോ നമുക്ക് കൃപയും സമാധാനവും ദൈവത്തിങ്കൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അത് വർദ്ധിക്കുന്നതാണെന്നും നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആഴമേറിയ ദൈവിക വചന സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പൗലോസ് പറയുകയാണ്, 3-ാം അധ്യായത്തിൽ പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോ നമ്മൾ ചിന്തിച്ചു, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ദൈവം ക്രിസ്തുവിൽ നമ്മളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അനുഗ്രഹിക്കാൻ പോകുന്നു എന്നല്ല ദൈവവചനം പറയുന്നത്, അനുഗ്രഹിക്കുമെന്നല്ല പറയുന്നത്. ഇപ്പോ നമ്മളെ ക്രിസ്തുവിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ അനുഗ്രഹം ഇനി നമ്മൾ ചിന്തിച്ചു, നമ്മുടെ ഉള്ളിലാണ് ഈ അനുഗ്രഹം മുഴുവൻ, സ്വർഗത്തിലെ മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലാണ് പകരപ്പെട്ടിരിക്കുന്നത്. ഈ പകരപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും സ്തോത്രം പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം, അതാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും. യോഹന്നാൻ 7:37 കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. ഇതൊരു സ്തോത്രം ഉണർവിന്റെ കാലഘട്ടമാണ്. ലോക അവസാനമാണെന്ന് നമ്മൾ അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തോത്രം, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ലോകത്താകമാനം സ്തോത്രം ദൈവത്തിന്റെ ജനത്തിന് പീഡകൾ വർദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു വലിയ റിവൈവലും സ്തോത്രം ഹല്ലേലൂയ ഉണ്ടാകുന്ന വാർത്തകൾ ലോകം മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ജനത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭയെ കർത്താവ് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏൽപ്പിക്കപ്പെടുന്നവരെ, വിശ്വസിക്കുന്നവരെ, വചനത്തിന് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ശക്തമായി തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ആരൊക്കെ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ഉണർവിനായി എന്നെയും പ്രയോജനപ്പെടുത്തണമേ എന്ന് സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ സ്തോത്രം അവന്റെ കരത്തിന്റെ വലിയ സ്പർശനം നമുക്കും അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ആത്മപകർച്ച സ്തോത്രം നമ്മുടെ എല്ലാവരുടെ മേലും പകരപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ സ്വർഗം കൃപ ചെയ്യട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളുടെ മേൽ ദൈവശക്തി ഒന്ന് ചലിക്കട്ടെ. വാസ്തവമായിട്ടും ദൈവശക്തി ഒന്ന് വെളിപ്പെടുവാൻ, ദൈവിക അഭിഷേകം, ദൈവത്തിന്റെ അഗ്നി അഭിഷേകം
വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അവൻ ദേശങ്ങളെ, അവൻ ലീഡ്സ് പട്ടണത്തെ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ ഹല്ലേലൂയ ദൈവം തൊടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അവൻ ഇപ്പോ നമുക്കറിയാം ബാംഗ്ലൂരിൽ ഒരു റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണർവിന് വേണ്ടി പ്രയോജനപ്പെട്ട സ്തോത്രം ആ ദൈവദാസൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. സ്തോത്രം അവർക്ക് അറിയാവുന്ന ഒരു മിഷണറി ഫാമിലി ഉഗാണ്ടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് സ്തോത്രം ഹല്ലേലൂയ ഉഗാണ്ടയിൽ സ്തോത്രം കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഉഗാണ്ടയിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ ചെന്ന സമയത്ത് ആ ദൈവദാസന് മലേറിയ വന്നു. 1 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു, 4-ാം വട്ടവും വന്നു. 3 വട്ടം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ അവര് അവിടെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മലേറിയ സമയത്ത് തരുന്ന മരുന്നുകളൊന്നും യഥാർത്ഥ മരുന്നുകളല്ല ആഫ്രിക്കൻ ഡോക്ടർമാർ തന്നതെന്ന് പറഞ്ഞു. അവര് ഇന്ത്യയിൽ കുറച്ച് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ട് തിരിച്ചുപോയി. ആഫ്രിക്കയിൽ 4-ാമത്തെ വട്ടവും അദ്ദേഹത്തിന് മലേറിയ വന്നു. അതേ സമയത്ത് തന്നെ സ്തോത്രം തന്റെ ഭാര്യയ്ക്ക് ചിക്കൻ ബോക്സ് പിടിക്കുവാനും ഇടയായി തീർന്നു. നമുക്കറിയാം ഒരു ആഫ്രിക്കയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്, വളരെ ഞെരുക്കമുള്ളൊരു ഭവനത്തിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ അവർ താമസിച്ചുകൊണ്ട് ഈ 2 പേരും ഈ ബുദ്ധിമുട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവർ ദൈവത്തോട് സ്തോത്രം ഒത്തിരി പരാതികൾ പോലെ, കർത്താവേ നീ ഇതൊന്നും കാണുന്നില്ല, നീ ഇതൊന്നും അറിയുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ സ്തോത്രം കാണുകയാണ് തൻ്റെ ആ വാതിലിനെ സ്തോത്രം അടുത്ത് സ്തോത്രം ഒരു വ്യക്തി വന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ, ഒരു വലിയ വെളിച്ചം താൻ കാണുകയാണ്. തനിക്ക് മനസ്സിലായി അത് ദൈവത്തിന്റെ ദൂതനാണ്. സ്തോത്രം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന മറുപടികൾ ഉണ്ടാകുമെന്ന് ദൈവദൂതൻ അരുളി ചെയ്തു. ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. അതിനുശേഷം അവര് സ്തോത്രം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ 1.5 മണിക്കൂർ സമയമാണ് അവരുമായിട്ട് സ്തോത്രം സംസാരിച്ചത്. ആ 1.5 മണിക്കൂർ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉണർവുണ്ടാകുമെന്ന് കേൾക്കുന്നല്ലോ, അതെവിടൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർ ചോദിച്ചപ്പോ സ്തോത്രം ഹല്ലേലൂയ അവർ ദൈവദൂതൻ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്. അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്, 2-ാമതെന്ന് പറയുന്നത് ചൈനയിലാണ്, 3-ാമത്തെ ഉണർവ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് UK-യിലാണ്. ഹല്ലേലൂയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സ്തോത്രം സന്തോഷം തോന്നി. വലിയൊരു ആത്മശക്തി ഫീല് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം വെറുതെയല്ല ദൈവമക്കളെ ഗൾഫിലും മറ്റിതര പ്രദേശങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ആയിരുന്ന ദൈവമക്കളെ സ്തോത്രം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഈ രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ്. ഈ രാജ്യത്തൊരു റിവൈവൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ജനത്തെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും അങ്ങനെയാണെങ്കിൽ സ്തോത്രം നമുക്കൊന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വളരെ വാഞ്ചയോടെ ദാഹത്തോടെ അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യർത്ഥമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഹല്ലേലൂയ ദൈവത്തിന് ഒരു പദ്ധതിയില്ലാതെ ഒരിക്കലും അത് പകരത്തില്ല. സ്തോത്രം ദൈവിക പ്ലാനുകളില്ലാതെ ഒരിക്കലും അത് പകരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. ഇന്ന് രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവിന്റെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദാഹത്തോടെ കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാം. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞത്. ജീവജലത്തിന്റെ നദിയല്ല ഒഴുകുന്നത്, നദികളാണ് ഒഴുകാൻ പോകുന്നത്. സ്തോത്രം ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ ജീവജലത്തിന്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തട്ടെ. ഇന്ന് രാത്രിയിൽ സ്തോത്രം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയങ്ങളെ കൂട്ടാം. ഹല്ലേലൂയ വർദ്ധിപ്പിക്കാം. ദൈവസന്നിധിയിൽ ഒരു ഉണർവിനായി പ്രാർത്ഥിച്ചു തുടങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആലയം സ്വർഗം നൽകിത്തരണം. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ആലയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടർമാനമായി അവിടെ പ്രാർത്ഥിക്കുവാൻ, ദൈവജനം കടന്നു വന്ന് സമയഭേദമന്യെയൊക്കെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയത്തെ വേർതിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിരന്തരമായ നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവദാസനിൽ കൂടെ കേട്ടതുപോലെ ദൈവാലയത്തിൽ നിരന്തരം സ്തോത്രം ഹല്ലേലൂയ യാഗപീഠം കത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ദീപം കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. നിരന്തര പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ,
വ്യർത്ഥ കാര്യങ്ങളിൽ സമയം സ്തോത്രം മെനക്കെടുത്തിയത് മതി കർത്താവേ. സ്തോത്രം സോഷ്യൽ മീഡിയകളിലും മറ്റിതര കാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് സമയങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ്. സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവെ നിന്റെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ, ലോക കാര്യങ്ങൾക്ക്, ലോകത്തിന്റെ മോഹങ്ങൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി തീരുവാൻ ഹലേ കർത്താവെ, നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ വരവിന് മുമ്പ് ഒരു ഉണർവ് ഞങ്ങൾ ഈ രാജ്യത്തും പ്രതീക്ഷിക്കുന്നു എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ സ്തോത്രം ഒരു അസാധാരണമായ ദൈവ പകർച്ച, ആത്മ പകർച്ച സ്തോത്രം നമ്മുടെ മധ്യേ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു സ്തോത്രം വിശ്വസിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ദൈവം നിറച്ചിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 5, 6, 7 വാക്യങ്ങളിൽ സ്തോത്രം നമ്മൾ വായിച്ചു. സ്തോത്രം അവൻ നമ്മളെ ദത്തെടുത്തു. സ്തോത്രം അവൻ തെരഞ്ഞെടുത്തു. 5-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു ദത്തെടുത്തു. 6-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു സ്തോത്രം ഹല്ലേലൂയ, നമ്മെ മുൻ നിയമിച്ചു എന്ന് നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിച്ചു. 7-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചത് അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു: അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എന്ന് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോ 10-ാമത്തെ 9-ാമത്തെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു: സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു അത് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. നമ്മൾ ഇന്ന് ആ വചനത്തിൽ, ആ 2 വചനങ്ങളിൽ നിന്നായിരിക്കും ചിന്തിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ, നമ്മൾ ഇവിടെ വായിച്ച വചനം ഇങ്ങനെയായിരുന്നു: അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അപ്പൊ ദൈവഹിതത്തിന്റെ മർമ്മം, ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ദൈവം നമ്മളോട് അറിയിച്ചു. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്ററി എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ചിന്തിച്ചു പഴയ നിയമത്തിൽ വെളിപ്പെടാത്തതും പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയതുമായ കാര്യങ്ങളെയാണ് സ്തോത്രം മർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഭ എന്ന് നമ്മൾ ചിന്തിച്ചു. സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമായിരുന്നു. പഴയ നിയമത്തിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ലായിരുന്നു സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് പിശാചിനെതിരെയുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും പിശാച് എത്ര പോരാടിയാലും സ്തോത്രം ദൈവസഭയെ ജയിക്കുവാൻ സ്തോത്രം സാത്താന് കഴിയത്തില്ല. ഹല്ലേലൂയ, കാരണം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. സ്തോത്രം ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് സ്തോത്രം ചർച്ച് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, അപ്പോ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അവന്റെ എല്ലാത്തിലും സ്തോത്രം നമ്മൾ ഈ താപ്പൂട്ട് വായിച്ചു വരുമ്പോ സ്തോത്രം ഹല്ലേലൂയ നമ്മളത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എടുത്ത് പറയാത്തത്. 20, 21 വാക്യങ്ങളിലൊക്കെ 22, 23 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോ സ്തോത്രം അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിരിക്കുന്ന വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും. യേശുവിനെ പറ്റി പറയുകയാണ്, സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ യേശുവിനെ ഇരുത്തി. നമ്മുടെ കർത്താവ് ഇന്ന് ലോകത്തിൽ വിളിക്കപ്പെടുന്ന ഏതു നാമത്തിലും അത്യന്തം മീതെ ഇരിക്കുന്നവനാണ്. അതിനപ്പുറത്തൊരു പദം പറയാനില്ല പൗലോസിന്. അതുകൊണ്ട് ആ പദങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, സർവ്വതും അവന്റെ കാൽ കീഴാക്കി മാറ്റി. ഹല്ലേലൂയ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി സ്തോത്രം പോരാട്ടം എല്ലാം ഇപ്പോ യേശുവിന്റെ കാൽ കീഴിലാ. യേശുവിന്റെ കാൽ കീഴിലാന്ന് പറഞ്ഞാൽ അത് എന്റെയും നിങ്ങളുടെയും കാൽ കീഴിലാണ്. ഹല്ലേലൂയ, കാരണം മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ഇപ്പോൾ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുകയാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, അപ്പോ അടുത്ത വചനം പറയുകയാണ്, സർവ്വതും അവന്റെ കാൽ കീഴാക്കി സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്ന അവനെ തലയായിട്ട് അവന്റെ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ
നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക്, ഹല്ലേലൂയ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ വെളിപ്പെട്ട ആ നിറം ഇപ്പോ അവൻ ബോഡിയുടെ മേലും, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിന്റെ മേലും വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് സ്തോത്രം പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു, സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ഹിതം എന്താന്ന് നമ്മളോട് ദൈവം അറിയിച്ചു. ഇപ്പോ എന്താണത്? പൗലോസ് പറയുകയാണ്, ഇനി സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ക്രിസ്തുവിൽ എന്തായിത്തീരണം? ഒന്നായിത്തീരണം. എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ എന്താണ്? അപ്പം പിന്നെയും ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദത്തിന്റെ അർത്ഥം മുമ്പ് ഒന്നായിരുന്നു എന്നാണ് അർത്ഥം. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, അത് മുന്നമേ സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നടന്നു വന്നിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നഷ്ടപ്പെട്ടു പോയി. എപ്പോഴാണ് അത് ഒന്നായിരുന്നത്? ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നു. ആദം ഹവ്വ ദമ്പതിമാരെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി, ഏദൻ തോട്ടത്തിലാക്കി. ആ ഏദൻ തോട്ടത്തിൽ വെയിലാറുന്ന സമയത്ത് ദൈവം ഇറങ്ങി വരുമായിരുന്നു. യഹോവയായ ദൈവം ഇറങ്ങി വരുമായിരുന്നു. അവരുമായിട്ട് വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? ഹല്ലേലൂയ, വീണു പോകുവാൻ തക്കവണ്ണം, ആ തേജസ്സിന്റെ വസ്ത്രം അവൻ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം, ആ കൂട്ടായ്മ ബന്ധം അവൻ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്ന് പറയുന്നത് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മനുഷ്യനെ വിട്ടിട്ട് ഒരു പ്ലാന് ഈ ലോകത്തിൽ ഇല്ല. എന്നെയും നിങ്ങളെയും വിട്ടിട്ട്, മനുഷ്യനെ വിട്ടിട്ട് എന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും വിട്ടിട്ട് ദൈവത്തിന് ഒരു പ്ലാൻ ഇല്ല. ഇന്ന് രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വിട്ടിട്ട് ദൈവത്തിന് ഒരു പ്ലാൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പറ്റി പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കും വന്ന് വാസം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജനത്തെ, തന്റെ മക്കളെ വിട്ടിട്ട് ഒരു പ്ലാൻ ദൈവത്തിന് ഇല്ല എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ തെരഞ്ഞെടുത്തത്, മുൻനിയമിച്ചത്, നിങ്ങളെ ദത്തെടുത്തത് നമ്മളത് ചിന്തിച്ചതാണ്, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് വീണ്ടും ഇവിടെ ചിന്തിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്ന് ദൈവം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ, സ്വർഗരാജ്യം വരണം, അല്ലെ ദൈവരാജ്യം വരണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചത്. എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? സ്തോത്രം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോ ദൈവം ഇസ്രായേൽ, പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേലിനെ ഭരിക്കാൻ ആഗ്രഹിച്ചു, ഇസ്രായേലിനെ രാജാവായിട്ടിരിക്കുവാൻ ആഗ്രഹിച്ചു ദൈവം. ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അത് വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് വേണ്ടത് ആരായിരുന്നു? ഒരു മനുഷ്യനെ രാജാവായിട്ട് വേണം. ജാതികൾ ചെയ്യുന്നത് പോലെ സ്തോത്രം, അവർക്ക് മനുഷ്യരെ, അല്ലെങ്കിൽ സ്തോത്രം, തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ആളിനെ തിരഞ്ഞെടുക്കണമായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് അവർ ചോദിച്ചു, അവർക്ക് ശൗലിനെ രാജാവായിട്ട് കൊടുത്തു. ഹല്ലേലൂയ. ശൗൽ അനുസരണക്കേടുള്ളവനായി തീർന്നു എന്ന് നമ്മൾ ബൈബിൾ പഠിക്കുന്നുണ്ട്. അപ്പോ അന്ന് മുതലേ നമുക്കറിയാം ദൈവം അവരുടെ രാജാവായിട്ടിരിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതിനുശേഷമാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ ഓരോരുത്തരെയും തന്റെ രക്തത്താൽ അവൻ വീണ്ടെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് സ്തോത്രം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതോടുകൂടി, ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധിക്കണമേ നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഞാൻ അങ്ങേ നാഥനും രക്ഷകനുമായിട്ട് അംഗീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ നമ്മൾ അങ്ങനെ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ അംഗീകരിക്കുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ രാജ്യത്വം എന്ന് പറയുന്നത്. അഥവാ യേശുവിനോട് നമ്മൾ പറയുക, കർത്താവേ, നീയാണ് ഇനി മുതൽ എൻ്റെ രാജാവ്. ഹല്ലേലൂയ.
അവൻ നീയാണ് ഇനി എന്നിൽ കർത്തൃത്വം നടത്തുന്നവൻ. ഹല്ലേലൂയ. അവൻ നീയാണ് രാജാതി രാജാവ്. ഇനി എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്, ഇനി ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയുടെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കുകയാണ്. ദൈവം ആ മനുഷ്യന് വലിയ മാറ്റത്തെ കൊണ്ടുവരികയാണ്. ആമസ്തോത്രം. ദൈവം അവന്റെ ആ വ്യക്തിയുടെ രാജാവായിട്ട് മാറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ അവൻ മറ്റ് എല്ലാ കർത്തൃത്വങ്ങളും എല്ലാ രാജ്യത്വങ്ങളും അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ഒരു മർമ്മം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ ഇനി ഒരു കർത്തൃത്വത്തിന് ഇനി അവകാശമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ ഇനി ആർക്കും രാജ്യത്വം നടത്താൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ അവൻ കൊലോസ്യ ലേഖനത്തിലെ ഒരു പദം വായിക്കണം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം ആരെങ്കിലും എടുത്തൊന്ന് വായിക്കാമോ? കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വചനം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. വായിക്കാമോ? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് അവൻ സന്തോഷത്തോടെ നിങ്ങൾ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവരായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ പറയാ, 1-ാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മ ഇപ്പൊ എന്ത് ചെയ്തു? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. വിടുവിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിടുവിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. പെന്തക്കോസുകാർ പ്രത്യേകിച്ച്. അല്ലെ, പോരാട്ടം ബന്ധനം എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് കിടന്നാണ് ഹല്ലേലൂയ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അത് ആ കാര്യങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസം വന്നു. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ കേൾക്കുന്ന മുഴുവൻ പോരാട്ടവും ബന്ധനവുമാണ് ഹല്ലേലൂയ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പിശാചിനെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന പിശാചിന്റെ കാര്യങ്ങളായിരുന്നു അവർ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. വചനത്തെക്കുറിച്ച് സ്തോത്രം വലിയ അറിവ് നമുക്ക് അന്നില്ലായിരുന്നു. അതിന്റെ തെളിവുകളൊന്നും ഞാൻ ഇപ്പൊ പറയാൻ നമുക്ക് സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്തോത്രം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടെയാക്കി വെച്ചിരിക്കുകയാണ്? തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അഥവാ ദൈവരാജ്യത്തിൽ നമ്മളെ എന്ത് ചെയ്തു? ദൈവമാക്കി വെച്ചു. ഇനി ഒരു പോരാട്ടത്തിന്, ഇത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഒരു പോരാട്ടത്തിനും നിങ്ങളുടെ മേൽ ഇനി അധികാരമില്ല. ഒരു ശാപവും നിങ്ങളുടെ മേൽ ഇനി ഫലിക്കത്തില്ല. ആരെങ്കിലും സ്തോത്രം ഹല്ലേലൂയ മന്ത്രവാദമോ ആഭിചാരവുമോ ചെയ്താൽ അത് നിങ്ങൾ കേൾക്കത്തില്ല. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ല. യാക്കോബിന് ലക്ഷണ വിദ്യ ഫലിക്കത്തില്ല. എന്ന് മാത്രമല്ല, ഇനി സ്തോത്രം ഹല്ലേലൂയ ദേശാധിപതി ശക്തികൾ, പൈശാചിക ശക്തികൾ നിങ്ങളെ കാണുമ്പോൾ വിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം നിന്റെ അകത്ത് ദൈവരാജ്യമാണ്, അല്ലെങ്കിൽ നീയാണ്, ഞാനും നിങ്ങളുമാണ് ദൈവരാജ്യം എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ കടന്നു പോകുന്നിടത്തൊക്കെ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാള് ദൈവഭരണത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടപ്പോൾ ചെയ്തത് ദൈവത്തിന്റെ കർത്തൃത്വത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്വത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവരാജ്യമായിട്ട് മാറ്റപ്പെടുകയാ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാ. ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് തൊടാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ, കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു വചനം കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. സ്തോത്രം. പത്രോസിന്റെ ലേഖനം അതിന്റെ എനിക്ക് തോന്നുന്നത് 3-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ 1:9 സ്തോത്രം ഒന്ന് വായിച്ച 1-ാം അധ്യായം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ 2:9. ഹല്ലേലൂയ. 1 Peter chapter 2 verse 9.
ആ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അമ്മൻ കണ്ടോ? ഇവിടെ നമ്മൾ ആദ്യം വായിച്ച അതേ പദം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതേ വചനത്തിന്റെ അർത്ഥം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും. അപ്പോ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? അന്ധകാരത്തിലായിരുന്നു, പിശാചിന്റെ അധീനതയിലായിരുന്നു, പാതാളത്തിന്റെ ആടുകളായിട്ട് എണ്ണപ്പെട്ടവരായിരുന്നു ഞാനും നിങ്ങളും. പക്ഷേ രക്ഷിക്കപ്പെട്ടപ്പോ, യേശുക്രിസ്തുവിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. കണ്ടോ? ഞാനും നിങ്ങളും അപ്പൊ എവിടെ നിൽക്കുന്നത്? അത്ഭുത പ്രകാശത്തില. ഹല്ലേലൂയ. പ്രകാശത്തിൽ നിന്നല്ല പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അത്ഭുത പ്രകാശത്തിൽ ഞാനും നിങ്ങളും നിൽക്കുകയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ആമേൻ സ്തോത്രം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു ക്രിസ്തു. അല്ലെങ്കിൽ അത് ലോകത്തിലേക്ക് വന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് ആമേൻ ബൈബിളിൽ പറയുന്നത്. ഹല്ലേലൂയ. വെളിച്ചം, നിങ്ങളൊരു ഇരുട്ടുള്ള റൂമിലേക്ക് കയറി ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്ധകാരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നിൽക്കുന്നത് ഇപ്പോ അത്ഭുത പ്രകാശത്തിൽ. ഇത് നിങ്ങൾ കൺഫസ് ചെയ്യണം. ആമേൻ. നിങ്ങൾ എല്ലാ ദിവസവും ഇത് പറയണം. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് അത്ഭുത പ്രകാശത്തിലാണ്. ആമേൻ. ഞാൻ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലുള്ള എന്നെ തൊടാൻ, എന്റെ അവകാശങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെയും നിങ്ങളെയും, അപ്പൊ അവിടെ പറയുന്നത് ശ്രദ്ധിച്ച്, നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. രാജകീയ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളെ രാജാക്കന്മാരാക്കി ദൈവം, പുരോഹിതന്മാരാക്കി ദൈവം മാറ്റി, വിശുദ്ധ വംശമാക്കി, സ്വന്ത ജനമാക്കി മാറ്റി. ഹല്ലേലൂയ. എത്ര വലിയ പദവിയാ! ദൈവം നമ്മളെ രാജാക്കന്മാരാക്കി മാറ്റി എന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരാക്കി മാറ്റി. എന്താ രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ആമേൻ. രാജാവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനാണ് രാജാവ്. ഹല്ലേലൂയ. അപ്പോ നിങ്ങളെ ഒരു സ്ഥല പുരോഹിത വർഗമാക്കി, ഇപ്പൊ ലീഡ്സിലാകട്ടെ കൊള്ളട്ടെ, സ്കാർബറോയിലായിക്കൊള്ളട്ടെ, വേക്ക്ഫീൽഡ് ആയിക്കൊള്ളട്ടെ, ഹാരോഗേറ്റിലോ യോർക്കിലോ എവിടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ ആക്കി അവിടെ നിർത്തിയാൽ അവിടെ പിന്നെ നടക്കേണ്ടത് നിങ്ങൾ പറയുന്നത് പോലെയാണ്. നിങ്ങൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. പിന്നെ അവിടെ ഭരിക്കാൻ പോകുന്നത് പിശാചല്ല, നിങ്ങൾ പറയുന്നത് പോലെയാ. നിങ്ങൾ അത് കൺഫസ് ചെയ്യണം. ദൈവം എന്നെ രാജാവായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമായിട്ടാണ് എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, അവൻ ദാവീദിന്റെ താക്കോലുള്ളവൻ. യേശുവിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. ഹല്ലേലൂയ. അരുളി ചെയ്യുന്നത് ദാവീദിന്റെ താക്കോലുള്ളവൻ. അവൻ രാജാവ് എപ്പോഴും ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ആമേൻ. ദാവീദിന്റെ താക്കോൽ അവൻ എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് ഒരു രാജ്യത്തിലെ ഒരു താക്കോലുള്ള വ്യക്തിയല്ല. എന്ന് വെച്ചാൽ അവൻ അനേക ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്നവനാണ് രാജാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അനേക ആമസ്തോത്രം ഡിപ്പാർട്ട്മെന്റുകളുടെ അതോറിറ്റി ഉള്ളവനാണ് രാജാവ്. അതാണ് കാണിക്കുന്നത്. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവന്റെ അത്ഭുതകരം ഇന്ന് രാത്രിയിൽ അവൻ സ്തോത്രം ഈ മീറ്റിംഗിന്റെ മേൽ ചലിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അവൻ ആർക്കൊക്കെയോ വേണ്ടി അവൻ വഴികളെ തുറക്കുന്ന ദൈവമാ. ആർക്കൊക്കെയോ വേണ്ടി വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും, അഭിഷേകത്തിന്റെ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കട്ടെ. ആത്മീക നന്മയുടെ വാതിലുകൾ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ തുറക്കപ്പെടുന്ന ദൈവ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാ. ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുന്ന ആമേൻ ഹല്ലേലൂയ രാത്രിയാക്കി സ്വർഗം നമ്മളെ തീർക്കാൻ പോക്കുന്നതോർത്ത് ആമേൻ സ്തോത്രം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഇന്ന് രാത്രി എത്ര
എത്ര പേര് വിശ്വസിക്കുന്നു? ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അവൻ തുറന്നാൽ, നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, അത് ലോകത്തിലെ ഒരു മനുഷ്യനോ പൈശാചിക ശക്തികൾക്കോ അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെ ദൈവരാജ്യമാക്കി ദൈവം മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും പറയണം, ആമേൻ സ്തോത്രം, ഞാൻ ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് ആമേൻ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ആമേൻ സ്തോത്രം ദൈവരാജ്യത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഏറ്റവും അധികം പ്രസംഗിച്ച വിഷയങ്ങളിൽ ഒന്ന് മാനസാന്തരം. ആമേൻ. അതിനോട് ചേർന്ന് ഒരു രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യവുമാണ്. ഹല്ലേലൂയ. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ സ്തോത്രം ഒരു വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായം മുഴുവൻ നമുക്ക് ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് സംസാരിച്ചതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 13-ാം അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 31-ാമത്തെ വചനം വായിച്ചേ. 13:31. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അമ്മൻ, ഞാനിത് വായിപ്പിച്ചത് ദൈവരാജ്യത്തെ കുറിച്ച് നമ്മള് മനസ്സിലാക്കണം. എന്താണ് ദൈവരാജ്യം? ഞാൻ പറഞ്ഞു, എന്താ ദൈവരാജ്യം എന്ന് പറയുന്നത്? ദൈവം ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ദൈവം ഭരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു രാജാവ് ഒരു സ്ഥലത്തെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആമേൻ സ്തോത്രം, ആ രാജ്യത്ത് ഒരു വ്യക്തികളും ഇല്ലെങ്കിൽ പിന്നെ ആ രാജ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ രാജ്യം എന്ന് പറഞ്ഞാൽ അതിലെ വ്യക്തികളാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയുമാണ് ഇപ്പോൾ കർത്താവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാതി രാജാവായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ആമേൻ സ്തോത്രം ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവിക ഭരണത്തിന് കീഴിലേക്ക് ഞാനും നിങ്ങളും വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവരാജ്യങ്ങളാക്കി മാറ്റപ്പെടുകയാണ്. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് ഒത്തിരി മർമ്മങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. അത് ഇവിടെ കാണുന്നതാണ്. ദൈവരാജ്യത്തിന് അനന്തമായ ഒരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അനന്തമായ ഒരു സാധ്യതയാണ് ദൈവരാജ്യത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യമെന്ന കർത്താവ് പറഞ്ഞത്. അതൊരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ കൊണ്ടുപോയി ഇട്ടു, അല്ലെങ്കിൽ വയലിൽ കൊണ്ടുപോയി വിതച്ചു. നമ്മുടെ കർഷകൻ എടുത്തിട്ട് അത് വിതച്ചു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്നതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായിട്ട് ആയി എന്നാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പറഞ്ഞു, നമ്മുടെ ചീരവിത്ത് നമ്മുടെ കടുകിൻ്റെതിലും വലുതാണ് നമ്മുടെ നാട്ടില്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചീരവിത്തിനേക്കാൾ ചെറുതാണ് ഇസ്രായേലിലെ കടുകിന്റെ വിത്ത് എന്ന് പറയുന്നത്. അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ്. കർത്താവ് കള്ളം പറഞ്ഞതല്ല. കടുകിന്റെ വിത്ത് സ്തോത്രം ഹല്ലേലൂയ ചീരയുടെ വിത്തിനേക്കാൾ ചെറുതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഒരു ചെറിയ വിത്താണ്. ഹല്ലേലൂയ. അത് കൊണ്ടുപോയിട്ട് അത് വളരുവാൻ ആവശ്യമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, അത് നമ്മുടെ കണ്ണാടിക്ക് അല്ലെങ്കിൽ ഒരു ഷോക്കേസിനകത്ത് വെച്ചാൽ ഇത് വളരത്തില്ല. അടുക്കള വെച്ചാൽ ഇത് വളരത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇതിന് സൂര്യപ്രകാശവും വളവും വെള്ളവും കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുപോയി ഇട്ട സമയത്ത് സ്തോത്രം ഹല്ലേലൂയ ഇത് വളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും ദൈവരാജ്യത്തിന് അനന്തമായ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കേൾക്കുന്ന ദൈവിക വചനങ്ങൾ സ്തോത്രം, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദൈവവചനം വളരുവാൻ ആവശ്യമായ വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റി കഴിയുമ്പോൾ, അത് ഈ കേൾക്കുന്ന വചനങ്ങൾക്ക് വളരുവാൻ ആവശ്യമായ ഒരു പരിതസ്ഥിതി നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. നമുക്കറിയാം, അതിന് തൊട്ടു മുകളിൽ തന്നെ കർത്താവ് ഈ സ്തോത്രം ഹല്ലേലൂയ ഈ വിതയ്ക്കുന്നതിനെ കുറിച്ച് വിതയ്ക്കുമ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. 3-ാം വാക്യം 13:3 തന്നെ അത് നമ്മൾ കാണുന്നുണ്ട്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, പറവകൾ തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്തേറെ മണ്ണില്ലാത്തിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ
മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായ്കയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ച് വളർന്നതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണു, 100, 60, 30 മേനിയായിട്ട് വിളഞ്ഞു. ഹല്ലേലൂയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ ദൈവവചനം വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു. എന്താ വിതച്ചത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആ വിതയ്ക്കപ്പെട്ട വചനം ഹല്ലേലൂയ, ചിലത് വീണത് വഴിയരികിലാണ് വീണത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ആ വഴിയരികിൽ വീണ വചനം എന്ത് ചെയ്തു? പറവകൾ വന്ന് സ്തോത്രം കൊത്തി തിന്നു കളഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ സ്തോത്രം അതിന്റെ വ്യാഖ്യാനം കർത്താവ്, നമ്മളായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതിന്റെ വ്യാഖ്യാനം കർത്താവ് തന്നെ അവിടെ പറയുന്നുണ്ട്. 19-ാമത്തെ വചനത്തിൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നുണ്ട്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പൊ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ ആ വിത്തെന്ന് പറയുന്നത് എന്താണ്? വിതയ്ക്കപ്പെട്ടത് എന്താണ്? കർത്താവ് തന്നെ അതിന്റെ വ്യാഖ്യാനം തിരുവായി മൊഴിഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടു ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഹല്ലേലൂയ. ഇതാണ് വഴിയരികിൽ വിധിക്കപ്പെട്ട വചനം. അപ്പം നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന ദൈവവചനം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാനുള്ള ഇത്രയും വർഷത്തെ കാലഘട്ടത്തിൽ ഒരു 22, 23, 24 വർഷമായി കാണും. എനിക്കൊരു ആര് പ്രസംഗിച്ചാൽ, ഒരു കൊച്ചു കുഞ്ഞ് പ്രസംഗിച്ചാൽ പോലും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുനിന്ന് ദൈവം ഇടപെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ വചനമെങ്കിലും. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥനയോട് ഇരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പറയുന്ന ഇതിനകത്തുനിന്ന് ഒരിക്കൽ നമ്മുടെ പാസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന അവന്റെ വചനത്തെ പറ്റി ഒരു വാക്യം പറഞ്ഞു. അതിന്റെ പ്രവൃത്തി ചെയ്യാതെ ഒരിക്കലും മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാൽ, ഒരു മഴ പെയ്തിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറയുന്നത്, ആ വിത്ത് വിതച്ച് അത് പൊങ്ങി വരുന്നത് പോലെ ആ ഒരു വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നു, ചിന്തിപ്പിക്കുവാൻ ഇതുപോലെ നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവികമായ വചനങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം, അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനം, ഞാനത് ഒരുപാട് തവണ പറഞ്ഞതാ. എത്ര പേര് വായിക്കുന്നുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാൻ ബൈബിൾ ഒരു വർഷം കൊണ്ട് ഒരു ശ്രമം ആരെങ്കിലും നടത്താറുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വചനം വായിക്കണം, ഒരു അധ്യായമെങ്കിലും ഒന്ന് വായിക്കണം. എന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് നിങ്ങളോട് ഇടപെടുന്നു എന്ന് തോന്നുന്ന ഒരു വചനം അന്ന് മുഴുവൻ ഒന്ന് സംസാരിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. അത് അന്നത്തെ മുഴുവൻ നിങ്ങളുടെ പിശാച് കൊണ്ടിരുന്ന സകല ചിന്താഗതികളെയും നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളെ അത് വെട്ടുവാൻ തക്കവണ്ണം കാരണം ദൈവവചനം എന്ന് പറയുന്നത് ആത്മാവിന്റെ വാളാണെന്ന് തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാൻ, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് നിൽപ്പിൻ. നമ്മൾ ആ ഭാഗത്തേക്ക് 6-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ കേൾക്കുന്ന വചനം ഭയങ്കര സന്തോഷത്തോടാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ആരാധിക്കുന്നുണ്ടായിരിക്കാം വചനം കേൾക്കുമ്പോൾ. നല്ല കാര്യമാണ്. വചനം കേൾക്കുമ്പോൾ ആരാധിച്ച് അതിനെ സ്വീകരിക്കുന്നത്, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ സ്തോത്രം, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. അത് സ്തോത്രം വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് ഇവിടെ വീണു, പാറസ്ഥലത്ത് വീണു. ഒരുത്തൻ വചനം കേട്ടിട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു ആകുന്നു, എങ്കിലും വേരില്ലായ്കയാൽ
ആമസ്തോത്രം അവൻ ക്ഷണീകനത്രേ. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷത്തോടെ ചിലർ സ്വീകരിക്കും, കേൾക്കും. ഹല്ലേലൂയ. പക്ഷേ എന്തില്ല, അവൻ പാറസ്ഥലത്ത് വീണത് കൊണ്ട് ആ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ വിത്തിന് വളരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ പറയാണ്, കർത്താവ് പറയാണ്, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ ആമസ്തോത്രം ഹല്ലേലൂയ ആമേൻ ഉപദ്രവം നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. കണ്ട, ഒരു പ്രതിസന്ധി വരുമ്പോ, ഹല്ലേലൂയ, ഒരു പ്രതികൂലം വരുമ്പോ, എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, ദൈവം ഇല്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഹല്ലേലൂയ. ആമസ്തോത്രം ഹല്ലേലൂയ. അപ്പം എന്താണ്, അവൻ പാറസ്ഥലം, നമ്മുടെ ഹൃദയം പാറസ്ഥലം പോലെ വചനത്തിന് വേരിറങ്ങുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അവൻ അടുത്തതായിട്ട് കർത്താവ് പറയുകയാണ്, ആമസ്തോത്രം, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് 2 ഉപമകൾ അവൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. എന്റെ വചനം കേട്ട് അങ്ങനെ ആമസ്തോത്രം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തവനെ പറ്റി കർത്താവ് പറഞ്ഞത്, ആമസ്തോത്രം ഹല്ലേലൂയ, മണലിന്മേൽ ആമസ്തോത്രം വീട് പണിത ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ എന്നാ കർത്താവ് പറഞ്ഞത്. അവൻ മണലിൽ വീട് പണിയാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കുഴിയെടുക്കാം, പെട്ടെന്ന് ആമസ്തോത്രം ഹല്ലേലൂയ കമ്പുകൾ നാട്ടാം, പെട്ടെന്ന് ആമസ്തോത്രം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അവൻ ഹല്ലേലൂയ, ബൈബിൾ പറയുകയാണ്, അവൻ നദികൾ പൊങ്ങി, അവൻ കാറ്റടിച്ചു, ആ മഴ പെയ്തു, ആ വീടിന്റെ മേൽ അലച്ചു, ആ വീട് എന്ത് ചെയ്തു, വീണുപോയി. അവൻ എന്റെ വചനം കേട്ട് അങ്ങനെ ചെയ്യുന്നവൻ അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യൻ. പാറമേൽ വീട് പണിയാൻ കുറച്ച് പ്രയാസമാണ്. ഹല്ലേലൂയ. അവൻ കഠിനാധ്വാനം അതിനാവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്. പക്ഷേ ആ പാറമേൽ അടിസ്ഥാനമിട്ടത് കൊണ്ട് നിങ്ങൾ നോക്കിക്കേ, ആ മണലിന്റെ മേൽ പണിത വീടിന് വീണുപോയ ആ വീടിന് ഉണ്ടായ അതേ പ്രതിസന്ധി തന്നെയാണ് ആ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ആ വീടിനും ഉണ്ടായത്. ബൈബിൾ പറയുന്നു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. അപ്പൊ താഴെ നിന്ന് പ്രതിസന്ധി, സൈഡിൽ നിന്ന് പ്രതിസന്ധി, മുകളിൽ നിന്ന് പ്രതിസന്ധി, അല്ലെ, പ്രതികൂലം വന്നു. പക്ഷേ പാറമേൽ നിന്ന വീട് ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. ഇന്ന് രാത്രിയിൽ ക്രിസ്തു എന്ന പാറമേലാണോ നിങ്ങൾ നിൽക്കുന്നത്? സ്നേഹത്തിൽ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ പഠിക്കുമ്പോൾ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്തു, വേരൂന്നിയിട്ടുള്ളവരാണോ? ഹല്ലേലൂയ. ഏത് സ്നേഹത്തിലാ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ. അവന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഗ്രഹിക്കണമെന്ന് പൗലോസ് പറയും. നമുക്ക് വായിച്ച് ലേഖനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഈ സ്നേഹത്തിൽ നമ്മൾ അങ്ങ് വേരൂന്നണം. ഹല്ലേലൂയ. അപ്പോ പാറസ്ഥലത്ത് വീണുപോയ വിത്തുകളെ പോലെയല്ല, നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ എന്തു പ്രതിസന്ധി വരുമ്പോഴും, ഹല്ലേലൂയ, ഇതെന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആദ്യമായിട്ടൊരു ബോധ്യം ഹല്ലേലൂയ നമുക്കുണ്ടാകണം. ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി, എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു, എല്ലാം നന്മയ്ക്കായിരുന്നില്ലേ? ദൈവം ഒരു കാര്യമെങ്കിലും, ഏതെങ്കിലും ഒരു കാര്യം തിന്മയ്ക്ക് ചെയ്തോ? പ്രതിസന്ധി എന്ന് നമ്മൾ ചിന്തിച്ചതെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളായിട്ട് മാറിയില്ലേ? ഇന്ന് രാത്രിയിൽ ആമസ്തോത്രം അടുത്തായിട്ട് കർത്താവ് പറയുകയാണ്, ആമസ്തോത്രം ഹല്ലേലൂയ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നു എന്ന് കർത്താവ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്, ഹല്ലേലൂയ, ആമസ്തോത്രം, എന്താണ് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ? അതിന് വളർന്നു വരാൻ പറ്റുന്നില്ല. എന്താ? മുള്ളതിനെ ഞെരുക്കിക്കളയുകയാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന. ഹല്ലേലൂയ. വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായിട്ട് തീരുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനകളും ധനത്തിന്റെ പിന്നാലെ ഓടുന്നതും സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ കർത്താവിന്റെ പിന്നാലെ ഒന്ന് ഓടാൻ തുടങ്ങി നോക്കിക്കേ. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സ്റ്റെപ്പുകൾ വെക്കാൻ തുടങ്ങി നോക്കിക്കേ. കർത്താവ് ദാവീദ് പറയുക, ഞാൻ നന്മയുടെയും കരുണയുടെയും പിന്നാലെ ഞാൻ പോകത്തില്ല, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അടുത്തയായിട്ട് കർത്താവ് പറയുകയാണ്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി. രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെയാണ്, നല്ല നിലം പോലെയാ ഈ കേൾക്കുന്ന വചനം. ഹല്ലേലൂയ. അതിന് സൂര്യപ്രകാശം കിട്ടും. ഹല്ലേലൂയ. അതിന് വെള്ളം കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനം എന്ന
ആ സൂര്യപ്രകാശം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വെള്ളം അവൻ ആ വിത്തിനെ വളർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആത്മശക്തി അവൻ ആ വിത്തിനെ വളർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നല്ല നിലത്തു വീണ വിത്തുകളെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ അറിയാം. ഇവിടെ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, അനന്ത സാധ്യത ദൈവം നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുകയാ. ഈ വിത്ത് ഒരു മനുഷ്യൻ അവൻ നല്ല നിലത്ത് കൊണ്ടുപോയിട്ടു. ഹല്ലേലൂയ. അതെന്ത് ചെയ്തു? ചെറിയ വിത്തായിരുന്നു. നമുക്കറിയാം, നമ്മുടെ രീതി ചിന്തിച്ച ഒരു ആഞ്ഞിലിക്കുരു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒട്ടുമിക്ക പേർക്കും അറിയാലോ, ആഞ്ഞിലിക്കുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വിത്ത അല്ലെ. പക്ഷെ ആഞ്ഞിലി മരം എന്ന് പറഞ്ഞാലോ അത് വലിയൊരു മരമാണ്. ഹല്ലേലൂയ. അവൻ വലിയ വലിപ്പമുള്ള അനേക ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന, വീട്ടു സാധനങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന സ്തോത്രം വലിയ തടിയായിട്ട് അത് മാറും. അപ്പൊ ആഞ്ഞിലിക്കുരുവിനകത്തൊരു ആഞ്ഞിലി ഉണ്ട് അല്ലെ. ഇതുപോലെയാണ് ദൈവരാജ്യത്തിൽ ഒരു അനന്ത സാധ്യത ദൈവം നിങ്ങളുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഈ വചനം, കേൾക്കുന്ന വചനം ഗ്രഹിച്ച് ദൈവരാജ്യത്തിനൊരു വലിയ പ്രയോജനമായി മാറുവാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഓവർ ടു പാസ്റ്റർ.